ചരമവാർത്തകൾ കൊണ്ട് ഒരാൾ എങ്ങനെയാണ് മരണത്തെ അതിജീവിക്കുക? തന്റെ മരണത്തെ മുന്നിൽ കണ്ട അയാൾ ഒരിടം ഒരുക്കി വയ്ക്കുന്നു. വട്ടിയൂർക്കാവിലെ റോസ് വില്ലയിൽ അയാൾ ഒരുക്കിവെച്ച ശേഷിപ്പുകളിലേക്ക്. ഞാൻ തന്നെയാകുന്നു പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹ 11:25. എ സേവ്യർ, 81 വയസ്സ്. കഴിഞ്ഞ ദിവസം മരിച്ച അപ്പന്റെ മരണവാർത്തകളുടെ പത്രക്കട്ടിങ്ങുകൾ പഴയ ആൽബത്തിലേക്ക് ചേർക്കുകയാണ് മകൾ ജയന്തി പ്രിയ. വേദനയിലും അപ്പന്റെ ആഗ്രഹം സാധിച്ച സംതൃപ്തിയിലാണ് മകൾ. അതൊരു കഥയാണ്. മരണവാർത്തകളുടെ ആൽബം ഉണ്ടാക്കിയ സേവ്യറിന്റെ കഥ. സ്വന്തം മരണവാർത്തയ്ക്കായി ആൽബത്തിലെ അവസാന പേജ് ഒഴിച്ചിട്ട കഥ. വട്ടിയൂർക്കാവ് പാണങ്കര കനവിൽ വില്ലയിലെ റോസ് ഹൗസിൽ സേവ്യർ മരിച്ചത് വ്യാഴാഴ്ചയായിരുന്നു. അജന്റ തിയേറ്ററിൽ ആദ്യകാല പ്രൊജക്ട് ഓപ്പറേറ്ററായിരുന്നു സേവ്യർ. പിന്നീട് സൗണ്ട് സിസ്റ്റവുമായി പള്ളിപ്പെരുന്നാളുകളും ഉത്സവപ്പറമ്പുകളിലും അലഞ്ഞു നടന്നു. ഇടയ്ക്കെപ്പോഴോ തുടങ്ങിയതാണ് മരണവാർത്തകളുടെ ശേഖരം. ഞങ്ങളതിനെ കളിയാക്കുമായിരുന്നു. ഇതെന്തിനിങ്ങനെ സൂക്ഷിക്കുന്ന, ഇങ്ങനെ ഒരു പറയുമല്ലോ മരിച്ചവരുടെ ഒന്നും ഇങ്ങനെ സൂക്ഷിക്കാൻ പാടില്ലെന്ന്. പക്ഷെ അച്ഛൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട്. അവർക്ക് അച്ഛൻ്റെതായിട്ടുള്ള കുറേ ഹോബീസ് ഉണ്ട്. ഇതിൽ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരോ ഫോട്ടോ വെച്ച് അതിൽ പല ഫോട്ടോസും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവും. ആ ഫോട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഫോട്ടോ കളക്ട് ചെയ്യും. ചില പത്രത്തിലൊന്നും കിട്ടിയില്ല, മരണം അറിഞ്ഞ് പോയിട്ട് അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് അവരുടെ കയ്യിൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ID കാർഡ് വരെ അച്ഛൻ ഇവിടെ വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. സേവ്യറിന് ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ ഇഷ്ടമല്ലായിരുന്നു. പഴയ ഫോട്ടോഗ്രാഫുകളും ഫിലിം റോളുകളും ഓഡിയോ കാസറ്റുകളുമെല്ലാം അയാൾ സൂക്ഷിച്ചു വെച്ചു. ഓരോ കൊച്ചുകാര്യവും ഓരോ ഓർമ്മകളുടെ തുണ്ടുകളായി. ഇതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം അച്ഛൻ പറഞ്ഞു, ലാസ്റ്റ് അച്ഛൻ്റെ ഫോട്ടോ വരുമ്പോഴത്തേക്ക് ഇത് കഴിയും. പക്ഷെ ഇനി ഫോട്ടോ വയ്ക്കാൻ വേറെ സ്പേസ് ഇല്ല. ആ ഒരു അച്ഛൻ്റെ ഫോട്ടോ വയ്ക്കാനുള്ള സ്പേസ് ഇനി ഇവിടെ ഉള്ളൂ. ചുമന്ന ചട്ടയുള്ള സേവ്യറിന്റെ ആൽബം മരിച്ചവരുടെ ലോകമായിരുന്നു. ആ ലോകത്തേക്ക് താനും ഒരിക്കൽ പോകേണ്ടി വരുമെന്ന തിരിച്ചറിവ് സേവ്യറിന് മുൻപേ ഉണ്ടായിരുന്നു. തൻ്റെ മരണവും വാർത്തയായി വരുന്ന ദിവസം അയാൾ മുൻകൂട്ടി കണ്ടു. ആൽബത്തിൽ ഒരു താളൊഴിച്ചിട്ടു. നാം സന്തോഷം കണ്ടെത്തുന്ന വഴികൾ മറ്റുള്ളവർക്ക് ഭ്രാന്ത് എന്ന് തോന്നിയേക്കാം. പതറേണ്ട, സ്വയം സന്തോഷിക്കുക. സേവ്യറിൻ്റെ മരണവാർത്തകളുടെ ശേഖരത്തിലെ അവസാന താളിലെ വാചകങ്ങളാണ്. ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു തീർത്ത് ബാക്കി വെപ്പുകളിൽ സ്നേഹം അവശേഷിപ്പിച്ച് സേവ്യർ ജന്മാന്തരങ്ങളുടെ സങ്കീർണതകളിലേക്ക് ചേക്കേറുകയായിരുന്നു. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.